നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇതൊന്ന് കാണിച്ചിട്ടേ സൈൻ ചെയ്ത് വാങ്ങിക്കേ. ഓക്കെ സർ. എന്നോട് സ്കൂളിന്റെ അടുത്തേക്ക് വരാൻ പറഞ്ഞിട്ട് നീ ഇങ്ങ് പോന്ന എപ്പോഴാ ഞാൻ വരാൻ പറഞ്ഞത്? അത് പിന്നെ അല്ല, എത്ര നേരം ഞാൻ അവിടെ നിൽക്കണം? ഓ അത് പിന്നെ ഞാൻ ഇറങ്ങുമ്പോഴാ ആ വാട്ടർ അതോറിറ്റിക്കാര് ബില്ലെടുക്കാൻ വന്നത്. അത് പിന്നെ എടുക്കാതിരിക്കാൻ പറ്റുമോ? അമ്മാവനിരിക്ക. ഓ ഞാൻ ഇരിക്ക. അവരങ്ങോട്ട് ഇറങ്ങിയപ്പോ അപ്പോഴത്തേക്ക് ഇലക്ട്രിസിറ്റി അങ്ങോട്ട് കയറി വന്നു. പിന്നെ അതും മേടിച്ചു വെച്ച്. കുടുംബത്തിലെ കാര്യമൊക്കെ നോക്കണമല്ലോ. ഞാനൊന്നും പറയുന്നില്ല. ആ പേഴ്സിങ് തന്നെ. ഏത് പേഴ്സ്? ഓ പേഴ്സ്. ഇതില് പൈസയൊക്കെ ഉണ്ടോ? വെച്ചാ കാണും. അതാണ്ട് സർ ഫയൽ. വെച്ചോ. വൈകിട്ട് സ്കൂളിലേക്ക് പോയിട്ട് അവർക്ക് കാശ് കൊടുക്കണം. ആർക്ക്? ആ പിശാചിന്. പിശാചൊക്കെ ഇവിടെ സ്കൂൾ തുടങ്ങിയ അമ്മാവ നമ്മുടെ വീടിന് താഴെ താമസിക്കാൻ വന്നിട്ടുള്ള അവളില്ലേ, ടീച്ചർ എന്ന് പറഞ്ഞ് നടക്കുന്നവള്. ടീച്ചറാണെന്ന് പറഞ്ഞ് നടക്കുകയൊന്നുമല്ല, ശരിക്കും ടീച്ചർ തന്നെയാ. മതി മതി. ഓ അങ്ങോട്ട് പോയ ഓട്ടോ കാശ് അവളാ കൊടുത്തത്. അത് ഇപ്പൊ തന്നെ അമ്മാവൻ പോയി തിരിച്ചു കൊടുക്കണം. അതിന്റെ കാര്യം എന്തുവാ? ആ കുട്ടി നമ്മുടെ വീട്ടിലോട്ട് തന്നെയല്ലയോ വരുന്നേ? വരുമ്പോ കൊടുത്താ പോരെ? എന്ത് പറഞ്ഞാലും അതിനൊരു തർക്കുത്തരം പറഞ്ഞോണം. അമ്മാവ അവള് തിരിച്ചു വരുന്നത് വൈകുന്നേരം അല്ലേ? അതുവരെ ഞാൻ അവളുടെ കടക്കാരനായിട്ടിരിക്കണം. നാട് മുഴുവൻ അവളത് പറഞ്ഞുകൊണ്ട് നടക്കും. പിന്നെ അവർക്ക് വേറെ പണിയില്ലാത്ത പോലെ. അമ്മാവൻ അതുകൊണ്ടേ കൊടുക്കാൻ പറ്റുമോ ഇല്ലയോ? എനിക്കിപ്പോ സൗകര്യമില്ല. വെറുതെ വാശി കാണിക്കല്ലേ നീ തന്നെ കൊടുത്താ മതി. അല്ല അമ്മാവ, നിന്റെ പേഴ്സ് കൊണ്ട് എനിക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് ഓടാൻ പറ്റൂല. ഞാനേ ഒരു പ്രായമായ മനുഷ്യനാ. ഞാൻ പോവുക. അവൻ തന്നെ കൊണ്ടുപോയി കൊടുക്കട്ടെ. ഒന്നും രണ്ടും മിണ്ടിയും പറഞ്ഞൊക്കെ വരട്ടെ, രണ്ടും കൂടെ. അപ്പോഴേ കൂട്ടാവൂ. എന്താ എന്ത് വല്ലതും പറയാനുണ്ടെങ്കിൽ ഒച്ചത്തി പറയണം. അല്ല പിന്നെ ഒരൊറ്റ ഒരെണ്ണത്തിനെ വിശ്വസിക്കാൻ പറ്റില്ല. കൂടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. എന്റെ ആവശ്യമായി പോയില്ലേ? എന്തായാലും അവളുടെ അഹങ്കാരം കാണാൻ പറ്റില്ല. സാർ ആ ഫയലും തിരിച്ചു തരാമോ? ശരി സാർ.
അവിടെ കിടക്ക്. എന്തായി കാണിക്കുന്നത്? കിടക്കാൻ. ഏയ്, കിടക്കട്ടെ. അടങ്ങി കിടക്കാൻ. എന്തിനാ എന്നെ ഇവിടെ കിടത്തിരിക്കുന്നത്? എന്താ ഇത്? എനിക്ക് പോണം. കിടക്ക്. അവിടെ കിടക്കണം. ഓക്കേ, എന്തിനാ പോ. എന്നെ ഇവിടെ കിടത്തിരിക്കുന്നത്? എനിക്ക് പോണം. പോകാൻ പറ്റില്ല. നിങ്ങൾ അവിടെ കിടക്ക്. എന്നെ വിട്. എനിക്ക് പോണം. വാട്ട് ഹാപ്പൻ? സർ, ബഹളം കേട്ട് ഓടി വന്നതാ. ആളാകെ വയലന്റ്. നിങ്ങളൊക്കെ ആരാ? എന്തിനാ എന്നെ ഇവിടെ കിടത്തിയിരിക്കുന്നത്? പ്ലീസ് അണ്ടർസ്റ്റാൻഡ് മീ. നിങ്ങൾ കുറച്ചു കാലമായിട്ട് ഇവിടെ തന്നെ ഉണ്ട്. വിട്. എല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. എനിക്കൊന്നും കേക്കണ്ട. എനിക്ക് ഇവിടുന്ന് പോണം. എനിക്ക് പോണം. എനിക്ക് ഇവിടുന്ന് പോണം. പ്ലീസ്. സിസ്റ്റർ, ഇഞ്ചക്ഷൻ വേണ്ടി വരും. അവിടെ കിടക്കാൻ. അടങ്ങി കിടക്ക്. ശരിക്കും പിടിച്ചോ. അടങ്ങി കിടക്കാൻ. പോണം. പ്ലീസ്. എന്നെ വിട്. പോണം. അയാൾ ആകെ വയലന്റ്. അത് ശരിയാ. ബോധം പതപ്പത്തോട്ട് ആളാകെ വയലന്റാ. എത്ര വർഷമായിട്ട് ബോധമില്ലാതെ കിടന്നതാ. ദേ, സൂക്ഷിച്ചൊക്കെ നിന്നോണം കേട്ടോ. മാഡം, ഈ മരുന്നിന്റെ ലിസ്റ്റ് കൂടെ എഴുതിക്കൂ. എനിക്ക് പോണം. അടങ്ങി കിടക്കാൻ. നീ ഒന്ന് കിടക്ക്. എങ്ങോട്ട് പോകാനായിട്ട് പോവാം. നീ ഒന്ന് അടങ്ങി കിടക്ക്. എനിക്ക് പോണം. കിടക്ക്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.